പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആദ്യ വസന്തം എന്നറിയപ്പെടുന്ന ഈ പുണ്യമായ മാസത്തിൻ്റെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ മൗലിദ് ഓതുന്നു, സ്വലാത്തുകൾ ധാരാളമായി പറയുന്നു, അതുപോലെ തന്നെ ഭക്ഷണ വിതരണം നടത്തുന്നു. നമ്മൾ ഒരുപാട് നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നാൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 സൂറത്തുകൾ, വിശുദ്ധമായ ഖുർആനിലെ ഒരു 5 സൂറത്തുകൾ, ഈ 5 സൂറത്ത് നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നബിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഈ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിൽ നമ്മൾ ഓതിയാൽ അള്ളാഹിൻ്റെ ഹബീബിന് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ? അതുകൊണ്ട് നബിതങ്ങളുടെ പേരുകൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്തുകൾ ഇൻഷാ അള്ളാഹ് ഏതൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണ് ഓതേണ്ടതെന്നും അത് ഓതിയാൽ കിട്ടുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇൻഷാ അള്ളാഹ് റബീഉൽ അവ്വൽ മാസമാണ്. എന്തായാലും നിങ്ങൾ ഈ സൂറത്തുകൾ കഴിയുന്നത് പോലെ ഓതിയിരിക്കണം. ഓതിയാൽ കിട്ടുന്നത് ഞെട്ടിക്കുന്ന നേട്ടങ്ങളാണ്. ഏതൊക്കെയാണ് അതൊന്ന് നമുക്കൊന്ന് കേട്ടാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വതുബാഇൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, നബി ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ആരാരും സഹായിക്കാനില്ലാതെ മഹ്ശറ വൻസഭയിൽ നമ്മളെല്ലാവരും നിൽക്കുന്ന സമയത്ത്, അല്ലേ, ഹുദാ കെ റൂബ റോജസ് ദിൻ ഖിയാമത്ത് കാ വഫാ ഹോഗാ ഉസീ ദിൻ ബാപ്പ് ബേട്ടേ കാ ന ബേട്ടാ ബാപ്പ് കാ ഹോഗാ. അതായത് ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത മഹ്ശറ, അല്ലെ, എത്ര ദുനിയാവിൽ എത്ര ചങ്കും കരളുമാണെന്ന് പറഞ്ഞാലും നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഒന്ന് മൈൻഡ് പോലും ചെയ്യില്ല. അയാൾ അവിടെ നിൽക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ അയാളെ നോക്കാനല്ല സമയം, അല്ലെങ്കിൽ അവളെ നോക്കാനല്ല സമയം. മാതാപിതാക്കൾക്ക് മക്കളെ തിരിഞ്ഞു നോക്കണ്ട, മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട, കാമുകിക്ക് കാമുകനെ വേണ്ട. എത്രത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കണ്ട് ദുആ ചെയ്ത് കിട്ടിയ തങ്ങളുടെ മക്കളാകുന്ന ഇസ്മായിൽ നബിയെയും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിയും തിരിഞ്ഞുപോലും നോക്കൂല. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ എല്ലാമായ ഉമ്മയായ മറിയം ബീവിയെ തിരിഞ്ഞുപോലും നോക്കൂല. അതുപോലെ തന്നെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം തൻ്റെ മകനാകുന്ന യഹ്യ നബിയെ ഒരുപാട് കണ്ട് ദുആ ചെയ്തിട്ട് കിട്ടിയ മോനാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട മോനാണ്. അവിടെ വെച്ച് മൈൻഡ് ചെയ്യൂല. പ്രവാചകന്മാരോ അതുപോലെ ആരെയും മൈൻഡ് ചെയ്യാതെ എല്ലാവരും ബേജാറിൽ കഴിയുന്ന ഒരു സമയമാണ് നാളത്തെ മഹ്ശറ. ആ മഹ്ശറയിൽ ഒന്നെങ്കിൽ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ നരകമെങ്കിൽ നരകം, അങ്ങനെ ചിന്തിക്കുമെന്നാണ്. 50,000-ത്തിലധികം വർഷമാണ് മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നതെന്നാണ്. യാ റബ്ബ് യാ റബ്ബ്. ഇവിടെ നമുക്ക് ഒരു 5 മിനിറ്റ് വെയിലത്ത് നിൽക്കാൻ പറ്റുമോ? എനിക്കും നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് വെയിലത്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അല്ലേ? ഇല്ല, പറ്റൂല. കാല് പൊള്ളും, നമുക്ക് ആകെ വേർക്കും, നമ്മൾ ആകെ തളർന്നു പോകും, അല്ലേ? എങ്കിൽ 50,000-ത്തിലധികം കൊല്ലം വർഷമാണ് അവിടെ വിചാരണയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ നിൽക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഒരു ചാൺ മുകളിൽ ഇങ്ങനെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന ഭാഗ്യവാന്മാരുണ്ട്. ആ ഭാഗ്യവാന്മാരിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പെഷ്യലായി അല്ലാഹുവേ അയാൾ, പടച്ചോനെ ഇയാൾ, റബ്ബെ ഇയാൾ, ആ പെണ്ണ്, ഇങ്ങനെ പ്രത്യേകം ചില ആളുകളെ സ്പെഷ്യലായി വിളിക്കും നബിതങ്ങൾ. എന്നിട്ട് അവർക്ക് ശഫാഅത്ത് ചെയ്ത് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ അനുമതിയോടുകൂടി സ്വർഗത്തിലേക്ക് പറഞ്ഞുവിടും. ആ ഒരു സൗഭാഗ്യവാന്മാരിൽ നമ്മൾ പെടണം. അതിന് ഈ റബീഉൽ അവ്വൽ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? ധാരാളം സ്വലാത്തുകൾ പറഞ്ഞ് മൗലിദ്, അല്ലെ, മൗലിദിന്റെ മജ്ലിസ് അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സുന്നത്ത് പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ, സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ, നബിതങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ സുന്ദരമായ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ മൗലിദുകൾ ഓതുന്നുണ്ട്, അല്ലേ? നമ്മൾ സ്വലാത്തുകൾ പലതുമൊക്കെ പറയുന്നുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും നല്ല സ്വലാത്ത്. ഈ റബീഉൽ അവ്വലിൽ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇബ്രാഹിമിയ സ്വലാത്താണ്.
ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് ചൊല്ലാം. അതുപോലെ തന്നെ സ്വലാത്തു താജുണ്ട്, സ്വലാത്തുൽ കൻസുണ്ട്, സ്വലാത്തുൽ ഫാത്തിഹുണ്ട്, സ്വലാത്തു തിബ്ബുണ്ട്, നാരിയത്ത് സ്വലാത്തുണ്ട്, അദദ് സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഫാത്തിമിയുണ്ട്, സ്വലാത്തു അഹ്ലുൽ ബൈത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് ഏകദേശം 4000-ലധികം സ്വലാത്തുകൾ തന്നെ വ്യത്യസ്തമായ കിതാബുകളിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം, എണ്ണം നോക്കണ്ട, ചൊല്ലിക്കോ അങ്ങോട്ട്. അത് 1000 ആവട്ടെ, 10,000 ആവട്ടെ, ലക്ഷമാവട്ടെ, കോടിയാവട്ടെ, ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കോളൂ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല ഇറക്കി കൊടുത്ത വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില സൂറത്തുകളുണ്ട്. നബിതങ്ങൾ പലപ്പോഴും ഓതുന്ന, നബിക്ക് ഇഷ്ടമാണെന്ന് നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള പല സൂറത്തുകളുമുണ്ട്, ചില സൂറത്തുണ്ട്. ആ സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ഒരുപാട് സൂറത്തുകളുണ്ട്, അതിൽ ഏതാനും ചില സൂറത്തുകൾ പരിചയപ്പെടാം. ഇതിൽ വേറെ ഒന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ 25 പ്രവാചകന്മാരെയാണ് അല്ലാഹു തആല ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുള്ളത്. 25 പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരെ അല്ലാഹു തആല പലരെയും അഭിസംബോധന ചെയ്യുന്നത് യാ നൂഹ്, യാ ആദം, യാ ഇസ്ഹാഖ്, യാ ഇബ്രാഹിം, യാ മൂസ, യാ യൂസുഫ്, അങ്ങനെ ഓരോ പ്രവാചകന്മാരെയും പേരെടുത്താണ് അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നു. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയല്ല അല്ലാഹു തആല വിളിച്ചത്. മുഹമ്മദ് എന്ന പേര് ഏകദേശം 4ഓളം പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. അതല്ലാതെ അത് ഓരോ സന്ദർഭം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അതല്ലാതെ നബിയെ അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത് യാസീൻ, യാസീനായ നബിയേ, ത്വാഹ, ത്വാഹയായ നബിയേ, ഹാമീം, ഹാമീനായ നബിയേ, യാ അയ്യുഹൽ മുസമ്മിൽ, മുസമ്മിലായ നബിയേ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, മുദ്ദസ്സിറായ നബിയേ. അങ്ങനെയാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സൂറത്തുണ്ട്. അത് നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തായാലും ഓതുന്നതാണ്. എന്നാലും നമ്മൾ അരക്കെട്ട് ഉറപ്പിക്കണേ, ഓതണം, നമ്മൾ ഓതണം. അത് ഏതാണ്? ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമെന്ന് മുത്തു റസൂൽ വിശേഷിപ്പിച്ച് തന്ന പരിശുദ്ധമായ സൂറത്തു യാസീനാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഉമ്മത്തീങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ഉമ്മത്തീങ്ങൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് 2 കാര്യമാണ് എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ കാര്യം നമ്മളോട് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. നബിയെ പറഞ്ഞിരുന്നെങ്കിൽ അത് നമ്മൾ ചെയ്യൽ നിർബന്ധമാകുമായിരുന്നു. ഒന്നാമത്തെ കാര്യം, എല്ലാ വഖത്ത് നമസ്കാരം, അല്ലെ 5 വഖത്ത് നമസ്കാരമുണ്ട്. ആ 5 വഖത്ത് നമസ്കാരത്തിനും നമ്മൾ വുളു എടുക്കുന്നവരാണ്. അങ്ങനെ വുളു എടുക്കുമ്പോൾ പല്ല് തേക്കൽ, മിസ്വാക്ക് ചെയ്യൽ സുന്നത്താൻ, മിസ്വാക്ക് ചെയ്യൽ സുന്നത്താൻ. എൻ്റെ ഉമ്മത്തീങ്ങൾ വുളുവെടുക്കുമ്പോൾ അവർ എല്ലാ വുളുവിലും മിസ്വാക്കൊന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ നബി അത് നമുക്ക് നിയമമാക്കി തന്നില്ല. നിയമമാക്കിയെങ്കിൽ എപ്പോഴും നമ്മൾ ബ്രഷ് പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ മിസ്വാക്ക് പോക്കറ്റിൽ വെച്ച് നടക്കേണ്ടി വരും, അല്ലേ? അറാക്ക് പോക്കറ്റിൽ ഇങ്ങനെ വെച്ച് നടക്കേണ്ടി വരും, ബ്രഷ് എപ്പോഴും പോക്കറ്റിൽ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ അത് നബി എന്താണ്, നമുക്കൊരു ബുദ്ധിമുട്ടാകും എന്ന് നബി തങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് നബി തങ്ങൾ അതൊരു നിയമമാക്കിയില്ല, പറഞ്ഞില്ല. എന്നാലും നബിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴും എൻ്റെ ഉമ്മത്തിക്ക് പല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരുന്നെങ്കിൽ, വായ എപ്പോഴും ശുദ്ധിയാക്കിയിരുന്നെങ്കിൽ എന്ന് നബി തങ്ങൾ ആഗ്രഹിച്ചു എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഖൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയമാകുന്ന സൂറത്ത് യാസീൻ. എൻ്റെ ഉമ്മത്തീങ്ങളെല്ലാവരും, എൻ്റെ സമുദായം എല്ലാവരും, അതായത് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന ഉമ്മമാരെ, വാപ്പമാരെ, നമ്മളെല്ലാവരും സൂറത്ത് യാസീൻ ഒന്ന് കാണാതെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നബി തങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. നബിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഉമ്മത്തീങ്ങൾ മുഴുവനും സൂറത്ത് യാസീൻ ഒന്ന് കാണാതെ പഠിച്ചിരുന്നെങ്കിൽ എന്ന് നബി തങ്ങൾക്ക് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. നബി അത് പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ അതൊരു നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ടി വരുമായിരുന്നു. പലർക്കും പല ഹാലുകളാണല്ലോ, അതുകൊണ്ട് നബി തങ്ങൾ അത് നിർബന്ധമാക്കിയില്ല. ഖൽബുൽ ഖുർആൻ എത്രയോ ശ്രേഷ്ഠതയാണ് സൂറത്ത് യാസീൻ, അല്ലേ? അപ്പോൾ സൂറത്ത് യാസീൻ എന്തായാലും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഓതണേ. മൻ ഖറഅഹാ സ്വബാഹൻ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസിയ. സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീന്റെ പ്രതിഫലമായിട്ട്, അല്ലേ?
ഹാഷിയത്തു സാവിയ എന്ന കിതാബിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, നമുക്ക് പറഞ്ഞു തരുന്നു, രാവിലെ ഒരു മനുഷ്യൻ ഈ സൂറത്ത് യാസീൻ ഓതിയാൽ വൈകിട്ട് വരെ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അല്ലാഹു തആല അവനെ അറിയിക്കുമെന്നാണ്. മൻ ഖറഅഹ മസാഅൻ, ഒരാൾ വൈകിട്ടാണ് സൂറത്ത് യാസീൻ നല്ല ഹൃദയത്തോടു കൂടി ഓതുന്നതെങ്കിൽ അവൻ രാവിലെയാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അല്ലാഹു തആല അവനെ അറിയിക്കുമെന്നാണ്. മൻ ഖറഅഹ, ഈ സൂറത്ത് യാസീൻ ഓതി കഴിഞ്ഞാൽ തദ്ഫഉ അൻ സ്വാഹിബിഹാ കുല്ല സൂ, എല്ലാ അപകടങ്ങളെ തൊട്ടും അതുപോലെ പാപങ്ങളെ തൊട്ടും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെ തൊട്ടും അല്ലാഹു അവനിക്ക് വിടുതി നൽകുന്നതാണ്, പുറത്തു കൊടുക്കുന്നതാണ്. ഓതുമ്പോൾ നല്ല നീയത്തിൽ ഓതണം. അല്ലാഹുവേ, എനിക്ക് ഇന്നാലിനൊരു മുറാദുണ്ട്, എനിക്ക് ഇന്നാലിന്ന സ്ഥലത്ത് ജോലി കിട്ടണം, ആ ജോലി എനിക്ക് ഖൈറാണെങ്കിൽ എനിക്ക് ആ ജോലി അടുപ്പിച്ച് തരണേ അല്ലാ, ഞാനിതാ ഒരു യാസീൻ ഓതുന്നു. അങ്ങനെ നല്ല നീയത്ത് വെച്ചിട്ട് യാസീൻ ഓതുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പടച്ചവൻ അത് നിർവഹിച്ചു തരുന്നതാണ്. തഖ്ലീലഹു കുല്ല ഹാജ, നമ്മുടെ ആവശ്യ നിർവഹണത്തിന്, ആവശ്യ പൂർത്തീകരണത്തിന് സൂറത്ത് യാസീൻ ഓതൽ നല്ലതാണ്. വീട് പണി നടക്കാനുണ്ട്, കല്യാണം നടക്കാനുണ്ട്, വാഹനം വാങ്ങുന്നു, മക്കളുടെ കാര്യം, ഇങ്ങനെ എന്തെല്ലാം മുറാദുകളുണ്ടോ അതൊക്കെ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓതുക. പിന്നെയോ മൻ ഖറഅ യാസീൻ, യാസീൻ സൂറത്ത് ഒരു മനുഷ്യൻ രാത്രി ഓതിയാൽ ഗഫറല്ലാഹു ലഹു ഫീ തിൽക്കൽ ലൈല, ആ രാത്രി തന്നെ അവനിക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരും. എന്തോതിയാൽ നബിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നബിയുടെ പേര് കൊണ്ട് തുടങ്ങിയ അല്ലെ യാസീൻ എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ അല്ലാഹു അഭിസംബോധന ചെയ്യുന്നതാണ്. യാസീനായ നബിയെ. എന്താണ് യാസീൻ എന്ന വാക്കിന്റെ അർത്ഥം? അത് അല്ലാഹു ആലം, അല്ലാഹുവേ അറിയൂ. അതിൻ്റെ അർത്ഥം അറിയില്ല. പക്ഷേ നബിതങ്ങളെ അഭിസംബോധന, നബിതങ്ങൾക്കുള്ള പേരാണത്. സിഹർ മാറാൻ, കണ്ണേറ് മാറാൻ, തടസ്സങ്ങൾ മാറാൻ, ശൈത്താന്റെ ഷർറ് മാറാൻ, അതുപോലെ മരണത്തിൻ്റെ സമയത്ത് നല്ല ഖൈറായ മരണം കിട്ടാൻ, പേടി മാറാൻ, പലവിധത്തിലുള്ള പൈശാചിക ഉപദ്രവങ്ങളുണ്ട് അത് മാറാൻ, എല്ലാത്തിനും മരുന്നാണ് സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ ഓതാൻ മറന്നു പോവരുതേ. അതുപോലെ തന്നെ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ അല്ലാഹുവേ, സ്വർഗത്തിൽ സ്വർഗ അവകാശികൾ നേരം പോക്കിനു വേണ്ടി ഓതുന്ന സൂറത്താണ് സൂറത്തു ത്വാഹ. സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത്. തുടങ്ങുന്നത് തന്നെ ത്വാഹ, അതും നബിതങ്ങളുടെ പേരാണ്. അതിൻ്റെ അർത്ഥവും അല്ലാഹു ആലം, അല്ലാഹുക്ക് മാത്രമേ അറിയൂ. അതുപോലെ തന്നെ സൂറത്ത് ത്വാഹ നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും ഓതണമെന്നില്ല, ഇടവിട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചയിൽ വെള്ളിയാഴ്ച രാവെങ്കിലും പറ്റുമെങ്കിൽ സൂറത്ത് ത്വാഹ ഓതണേ. ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്കതിൽ അത് ഓതിയാൽ കിട്ടാനുണ്ട്. അതുപോലെ മറ്റൊരു സൂറത്താണ് സൂറത്തു ശറഹ്. അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബിക്കൊരു ആശ്വാസവാക്കായിട്ട് അല്ലാഹു തആല ഇറക്കി കൊടുത്ത സൂറത്താണ്. നബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സൂറത്ത് ഓതാനും അത് ഓതുന്നത് കേൾക്കാനും. അതുകൊണ്ട് ഈ സൂറത്ത് ഓതിയാൽ ഓർമ്മശക്തി ഉണ്ടാകുന്നതാണ്, നമ്മുടെ ഇടങ്ങേറുകൾ മാറുന്നതാണ്. കച്ചവട സ്ഥാപനത്തിരുന്ന് വാഹനത്തിരുന്ന് ഓത്, അതിൽ വലിയ ബറക്കത്തുണ്ടാകും. മക്കളെ ഇത് ഓതി മന്ത്രിക്ക് അവർക്ക് ബുദ്ധി കൂർമ്മതയുണ്ടാകും. സ്വഭാവം നന്നാവാനൊക്കെ സൂറത്തു ശറഹ് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു സൂറത്താണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. 3 ആയത്ത് മാത്രമുള്ള കുഞ്ഞു സൂറത്ത്, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ. അല്ലാഹുവേ, ഈ സൂറത്ത് ഓതുന്നവർക്ക് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള അവസരം കിട്ടുന്നതാണ്. അതുകൊണ്ട് ധാരാളമായി നബിതങ്ങളുമായി ബന്ധപ്പെട്ട സൂറത്തുൽ കൗസർ അല്ലെ, സൂറത്തുൽ കൗസർ അല്ലെ, കൗസർ എന്ന് പറയുന്ന എന്താണ് ഹൗദുൽ കൗസർ, വലിയൊരു തടാകമാണ്. എന്താ പറയുക, വലിയൊരു ഹൗദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടി നിർത്തപ്പെട്ട ഒരു വസ്തുവിനാണ് ഈ ഹൗദ് എന്ന് പറയുക. വെള്ളം അത് കുടിച്ചാൽ, അല്ല ഹൗദുൽ കൗസറിലെ വെള്ളം കുടിച്ചാൽ ആ നബിയുടെ കൈകൊണ്ട് ഇങ്ങനെ കോരിത്തരുമ്പോൾ അതിങ്ങനെ കുടിക്കും. അല്ലാ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, അതിനുള്ള അവസരം നീ തരണേ അല്ലാ. അതിന് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തായാലും ഈ സൂറത്തുൽ കൗസർ ഓത്. പിന്നെയോ സൂറത്തുൽ ഇഖ്ലാസ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു മനുഷ്യൻ 10 പ്രാവശ്യം സൂറത്തുൽ കൗസർ ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു അവനിക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണെന്നൊക്കെ നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 5 സൂറത്തുകൾ, സൂറത്ത് യാസീൻ, സൂറത്തു ത്വാഹ, സൂറത്തു ശറഹ്, സൂറത്തുൽ കൗസർ, സൂറത്തുൽ ഇഖ്ലാസ്,
ഈ 5 സൂറത്തുകൾ അത് മറന്നുപോവണ്ട. അതിൻ്റെ പ്രതിഫലങ്ങൾ ഒരുപാട് ഇനിയും പറയാനുണ്ട്. തൽക്കാലം ആ സൂറത്തുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ ചില നേട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ സൂറത്തുൽ കൗസറൊക്കെ നമുക്ക് എല്ലാ വഖത്ത് നമസ്കാരത്തിന് ശേഷവും എത്ര വേണമെങ്കിലും ഓതാവുന്ന സൂറത്തുകളാണ്. സൂറത്തുൽ ഇഖ്ലാസും അങ്ങനെ തന്നെ, അതുപോലെ സൂറത്ത് ഷറഹ്, അലം നശ്റഹ് സൂറത്തും അങ്ങനെ തന്നെ. സൂറത്ത് ത്വാഹയാണ് കുറച്ച് വലിപ്പമുള്ള സൂറത്ത്, അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്ത് റസൂലിന് ഇഷ്ടമുള്ള ഈ സൂറത്തുകൾ ധാരാളമായി ഓതി നബിതങ്ങളുടെ ഇഷ്ടം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അഷ്റക ബൈത്തിന്റെ ഒരു അല്പം നമുക്കൊരു ബർക്കത്തിന് വേണ്ടി ഓതി നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. എല്ലാ ശൈത്താൻപരമായ മനുഷ്യപരമായ വസ്വാസുകളെ തൊട്ട് എല്ലാ വിധത്തിലുള്ള കണ്ണേറ്, സിഹിർ, എല്ലാ വിധത്തിലുള്ള കരുനാക്ക്, എന്തെല്ലാം ദൂഷ്യങ്ങളുണ്ട് എല്ലാത്തിനെ തൊട്ടും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി, ഹൗദുക സ്വാഫിൽ മുബാറക് വിർദുനാ യൗമൻ നുശൂരി. ചൊല്ല് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. ما رأينا العيسى حنت بالسورة إلا إليك، والغمام قد أضلت والملا صلوا عليك. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. وأتاك العود يبكي وتذلل بين يديك، واستجارت يا حبيبي عندك ظبي النفور. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. അല്ലാഹു നമ്മൾ ചൊല്ലിയ നബിതങ്ങളെ പറ്റിയുള്ള ഈ മദ്ഹിന്റെ ഈ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ആരൊക്കെ ദുആരക്കാൻ നമ്മുടെ കമന്റിലൂടെ കേൾപ്പിക്കുന്നു, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് സലാമത്താക്കി കൊടുക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.